ഹേയ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഇത് കുറച്ചധികം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷേ വോയിസ് ഓവർ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ വീക്കെൻഡ്സിലും നമ്മൾ രണ്ടത്താണി വരുമല്ലോ. ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോവാണ്ട്. നമ്മളുടെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ്. സാധാരണ വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ നമുക്ക് ഈ കല്യാണങ്ങളോ അല്ലാത്ത ഫങ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ടും പിന്നെ ഓഡിറ്റോറിയം നമ്മളെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. മാത്രമല്ല നമ്മളെ ക്ലിനിക്കിലുള്ള സ്റ്റാഫ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ കല്യാണത്തിന്. ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണത്തിനൊക്കെ പോകാമെന്ന് പറഞ്ഞാലേ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സംഭവം കേട്ടോ. ഇതുപോലല്ല കേട്ടോ, ഇതിപ്പോൾ ശരിക്കും നമുക്ക് അതിനുള്ളൊരു കൺവീനിയൻസും അതിനുള്ളൊരു ഫ്രീ ടൈമൊക്കെ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു കല്യാണം അറ്റൻഡ് ചെയ്യുന്നത്. ചില സമയത്തുണ്ടല്ലോ കല്യാണം വിളിച്ചിട്ട് അത് പോയേ പറ്റൂ, പോയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിർബന്ധം വരുമല്ലോ. ആ ഒരു നിർബന്ധം വരുമ്പോൾ എനിക്ക് കുറച്ച് പ്രയാസം തോന്നാറുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും അതിനൊരു ഫങ്ഷനോ അതോ അറ്റൻഡ് ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ടൈമിൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് എടുത്ത് റിസ്ക് എടുത്ത് പോയി കല്യാണം അറ്റൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ കല്യാണം അല്ലെങ്കിൽ ഫങ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട നിർബന്ധാവസ്ഥ വരുന്നുള്ളൂ. വിദേശത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ടെൻഷനേ ഇല്ലല്ലോ. നമ്മളിവിടത്തേക്ക് കല്യാണങ്ങളൊക്കെ കുറച്ച് നേരത്തെ ആട്ടോ, ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചോറൊക്കെ വിളമ്പാൻ തുടങ്ങും. അതുകൊണ്ട് നേരത്തെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മളൊരു കുഞ്ഞു ബേബീനെ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബേബിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാൻ നിർത്തിയ സമയത്താണ് അസ ഇവിടെ ഇങ്ങനത്തെ ഒരു ടോയ് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ലാമ്പാണ്. അപ്പോൾ അവൾ കുറേ കാലമായി ഇങ്ങനത്തെ ഒരു ലാമ്പ് വേണമെന്ന് പറയണു. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ഷോപ്പിലേക്ക് തന്നെ കയറിയതാണ്. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോൾക്കൊരു കുഞ്ഞു ബേബി ബോയ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ബേബി ബോയിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയ ആ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബേബിനെ കാണാൻ പോവായതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ കസിൻ സിസ്റ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ. അവളുടെ മൂത്ത മോൾക്കാണ് കുഞ്ഞു ബേബി ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ചെന്നപ്പോൾ ബേബി നല്ല കുളിച്ച് കുട്ടപ്പനൊക്കെ ഉഷാറായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കസിൻ സിസ്റ്റർക്ക് 5 മക്കളാണ് കേട്ടോ. 2 ബോയ്സും ഉണ്ട്, 3 ഗേൾസും ഉണ്ട്. അപ്പോൾ അതിലെ മൂത്ത മോളുടെ ബേബിയാണിത്. മൂത്ത മോളുടെ കല്യാണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ചെറുതാണേ. അപ്പോൾ ബേബിനെ കണ്ടപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. എല്ലാവർക്കും ബേബിനെ ഒന്ന് എടുത്തു നോക്കണം, ഒന്ന് മടിയിലിരുത്തണം, ഒന്ന് കിടത്തണം. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് പറ്റിയൊരു ബേബി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ആൾ കരച്ചിലോ ബഹളങ്ങളോ ഒന്നുമില്ല. ആൾ പാലുകൂടിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കസിൻ സിസ്റ്റർ. ആള് കിച്ചണിൽ എന്തൊക്കെയോ പണിയിലാണ്. അപ്പോൾ ഞാൻ കിച്ചണിൽ പോയിട്ട് അവർ ഉച്ചക്കത്തേക്ക് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് പോയി നോക്കുമായിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇവരുടെ അടുത്ത് കുറേ പെറ്റ്സ് ഉണ്ട് കേട്ടോ. കോഴിയുണ്ട്, താറാവുണ്ട്, അതുപോലെ തന്നെ മുയലുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പം ഞാൻ പുറത്തേക്കൊന്ന് അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. ശരിക്കും അവരെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ പെറ്റ്സൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ തന്നെ ഒരു ഹരാണല്ലോ. പക്ഷെ എന്താ, നല്ല മെനക്കേടുണ്ട്. ഇവരൊക്കെ നല്ലോണം നോക്കുകയും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ വേണമല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല മാംഗോ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതിന് നമ്മൾ പറയുക കോഴിമുട്ടപ്പഴം എന്നാണ്. ശരിക്കും നമ്മളുടെ മുട്ടൻ്റെ യോക്ക് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ടെക്സ്ചറും ഒക്കെ. ഇതാണെങ്കിൽ നല്ല സൈസും ഉണ്ട് കേട്ടോ. ഭയങ്കരമായ മധുരമൊന്നുമില്ല, എന്നാലും ചില സമയത്ത് അതിനൊരു ചവർപ്പുണ്ടാവും. അങ്ങനത്തെ ചവർപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പഞ്ചസാരയും നല്ല കട്ട പാലൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ വീട്ടിലെ നല്ലൊരു നടുമുറ്റുണ്ട്. അതുകൊണ്ട് തന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ മുകളിലത്തെ എന്തോ ഒരു ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഈ നടുമുറ്റത്ത് വന്ന് വീഴും കേട്ടോ. അപ്പം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വരായതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ ആളുണ്ടാക്കിയിട്ടുള്ളൊരു സ്പെഷ്യൽ കൂട്ടാനാണ് ഇത്. എന്താ ഇപ്പോൾ പറയാം, നമ്മളിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ
ഈ ചേമ്പിൻ്റെ തണ്ട്, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് മിക്സ് ചെയ്തിട്ട് തേങ്ങ ഒക്കെ അരച്ചിട്ട് ഉണ്ടാക്കുമല്ലോ. ശരിക്കും അതും കഞ്ഞി മാത്രം കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് കുറച്ച് നമ്മൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഇനി അവിടെ നിന്നും ഇറങ്ങിയിട്ട് ഇനിയും 2-3 സ്ഥലത്ത് നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കസിൻ സിസ്റ്റർ, ആളുടെ പേര് റുക്സാന എന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ പോയത് എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അതായത് റുക്സാനൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്ക്. ഉമ്മാൻ്റെ മൂത്ത ബ്രദറിൻ്റെ വീടാണത്. ഇവിടെ നിന്ന് നമുക്ക് എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഇവിടെയും കൂടെ ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് ഒരുപാട് കൊല്ലം പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ അടുത്ത് ഇപ്പം കുറേ റെനോവേഷൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ മാറ്റിയെടുത്തതാണ്. വീടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനത്തെ ഒരു വാട്ടർ ബോഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിലെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫിഷ് എന്ന് പറഞ്ഞാൽ കോഴിക്കാർപ്പാണ്. കാർപ്പൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മാമനെ എന്നും ഉച്ചക്കൊരു അരമണിക്കൂർ നേരങ്ങളും ഉറങ്ങുന്നൊരു ശീലമുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ആൾ ചെറിയൊരു മയക്കത്തിലായിരുന്നു. ഏതായാലും എണീക്കാനുള്ള സമയമായതുകൊണ്ട് ആളെ നമ്മൾ തട്ടി വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവിടെ സംസാരിച്ച് നിന്നതിന് ശേഷം നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഉപ്പ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പനെ കണ്ടപ്പോൾ മക്കൾക്ക് ഒരേ നിർബന്ധം, അവർക്ക് കുളത്തിലേക്ക് കുളിക്കാൻ പോകണമെന്ന്. അങ്ങനെ അവർ നിർബന്ധപ്രകാരം ഉപ്പയും മക്കളും ഞാനും ഒക്കെ അങ്ങനെ നടന്നു പോവാട്ടോ കുളത്തിലേക്ക്. കുളമുള്ളത് നമ്മളെ തറവാട്ടിലാട്ടോ. തറവാട്ടിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ വലിയ പ്രയാസമൊന്നുമില്ല നടന്നു പോകാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ചങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി പോകാനാണുള്ളത്. നേരെ മറിച്ച് തിരിച്ചു വരുമ്പോൾ ആ കയറ്റം ഒക്കെ നമ്മൾ കയറി വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ഡ്രൈവർമാരെ ആരെങ്കിലും വിളിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ എല്ലാ സൺഡേയും വരുമ്പോഴാട്ടോ മക്കളിങ്ങനെ സ്വിമ്മിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് ഓരോരുത്തരെ നമ്മൾ സ്വിമ്മിങ് പഠിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം അജ്മനെ പഠിപ്പിച്ചു, അതിനുശേഷം അസനെയും പഠിപ്പിച്ചു. ഇനി അമ്രയും കൂടെ ഒന്ന് ശരിയാവാനുണ്ട്. ആൾ ഏകദേശം പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു ഫൈനൽ സ്റ്റേജിലാണ് ആളുള്ളത്. അപ്പോൾ ഏകദേശം പഠിച്ച് കുറച്ച് കോൺഫിഡൻസ് ആയതുകൊണ്ട് തന്നെ ആൾ കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ കുളത്തിലേക്ക് പോകാനും വെള്ളത്തിലേക്ക് ഇറങ്ങാനൊക്കെ. ആദ്യമൊക്കെ കുറച്ച് പേടി കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നത്തോടെ അവൾ ഏകദേശം ഒരു ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് സ്വിം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല ഹെവി റെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇതൊക്കെ റോഡാണ്, പക്ഷെ നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ റോഡ് തോടാവുന്ന പോലെ ഇത് ഫുള്ളങ്ങ് നിറയും. ഇതൊക്കെ വണ്ടി പോകുന്ന വഴിയാണ്. പക്ഷെ ഇവിടെ നിന്ന് വരുന്ന ഈ ചെറിയൊരു തോട്ടിൽ വെള്ളം കുറച്ചധികമായി കഴിഞ്ഞാൽ ആ റോഡൊക്കെ ഫുൾ വെള്ളമായിരിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ട് കേട്ടോ. എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളമൊക്കെ കാണുമ്പോൾ അതിലിങ്ങനെ തുള്ളിക്കളിക്കാൻ തോന്നും. അപ്പോൾ പിന്നെ ചെറിയ മക്കളെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ എത്ര സ്വിമ്മിങ് പൂളിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവത്തിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു കുളത്തിൽ കുളിക്കുന്ന ഒരു ഫ്രഷ്നെസ്സും അതിൻ്റെ ഒരു സുഖം എത്രയായാലും കിട്ടൂല കേട്ടോ. സാധാരണ ഞായറാഴ്ചകളിൽ വൈകുന്നേരമൊക്കെ പോകുമ്പോൾ കുളത്തിൽ അത്യാവശ്യം പിള്ളേരൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ ആരെയും കണ്ടില്ല കേട്ടോ. ആകെ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനാണെങ്കിൽ ആളൊരു അടിപൊളി, അതായത് ഒരു പ്രോ സ്വിമ്മറായിരുന്നു. ആൾ നമ്മൾ ചെന്നപ്പോൾ ഭയങ്കര ചാട്ടവും ഭയങ്കര നീന്തലൊക്കെ ആയിരുന്നു കേട്ടോ. നീന്തലൊക്കെ ശരിക്കും നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ്. അതും നമ്മൾ ചെറുതിലേ പഠിക്കണം. എന്നാലേ ആ ഒരു ഫ്രീ ആയിട്ട് നീന്താനും അതുപോലെ എങ്ങനെ വെള്ളത്തിലേക്ക് വീണാലും ആ ഒരു പൊന്തിക്കെടുക്കാനുള്ള ആ ഒരു ബോഡീൻ്റെ ഒരു ക്വിക്കായിട്ടുള്ളൊരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെറുതിൽ പഠിക്കുമ്പോഴേ ശരിക്കും അങ്ങോട്ട് റെഡി ആവുള്ളൂ കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ലൈക്ക് 10th സ്റ്റാൻഡേർഡ് വരെയൊക്കെ ദുബായിലായിരുന്നെങ്കിലും ഒരു 2 മാസത്തെ വെക്കേഷന് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ റെയിനി സീസൺ ആയിരിക്കുമല്ലോ, നല്ല മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ കുളം എപ്പോഴും ഫുള്ളായിരിക്കും. അങ്ങനെ എന്നെ ശരിക്കും നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ എളാപ്പാണ്. ഞാൻ കുഞ്ഞിപ്പ എന്ന് വിളിക്കണ എൻ്റെ എളാപ്പാണ് അടിപൊളിയായിട്ട് നീന്തൽ പഠിപ്പിച്ചത് തന്നെ. വലിയ തിരക്കേടില്ലാണ്ട് തുഴയാനും പിന്നെ വെള്ളത്തിലൊന്ന് പൊങ്ങിക്കിടക്കാനൊക്കെ പഠിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നെ എന്ത് ചെയ്തു, ആള് നടുവിലേക്ക് അങ്ങോട്ട് ഇട്ടു. പിന്നെന്താ, നമ്മൾ മുങ്ങിക്കഴിഞ്ഞാലും നമ്മളെ പിടിക്കാൻ പറ്റുന്നുള്ള ആ ഒരു ധൈര്യത്തിലാട്ടോ അവർ നമ്മളെ കുളത്തിൻ്റെ നടുവിലേക്ക് ഇടണത്.
പക്ഷേ ഇവരെ പഠിപ്പിക്കാൻ എനിക്ക് വേറെ തന്നെ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടി വന്നത്. കാരണം മുങ്ങുന്ന ഒരാളെ നമുക്ക് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി അല്ല. അവരാ വെപ്രാളത്തിൽ നമ്മളെ പിടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളും മുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഞാൻ വേറൊരു രീതിയിലാണ് കേട്ടോ സ്വിമ്മിങ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അമ്ര എന്തായെന്ന് നോക്കിയാലോ. അമ്ര അതെ ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു സൈഡിലേക്ക് നീന്തുകയാണ്. ബോഡി ഗാർഡായിട്ട് നമ്മൾ നേരത്തെ കണ്ട ആളുമുണ്ട്, പിന്നെ അപ്പുറത്ത് അജു അമ്രനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അമ്ര ഇപ്പം നീന്തിയ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ അടിയിൽ ശരിക്കും പറഞ്ഞാൽ പണ്ടൊരു കിണറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കിണർ ഇപ്പോഴും ഉണ്ട്. പിന്നെ കാലക്രമേണ ആ ഒരു കിണർ അവരിങ്ങനെ വലിയൊരു കുളമാക്കി മാറ്റിയതാണ്. അങ്ങനെ 3 പേരുതേ ആ ഒരു കോർണറിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരികയാണ്. അപ്പോൾ ഇതോടുകൂടി അമ്രക്ക് സ്വിമ്മിങ്ങിലെ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അവളെ അടിപൊളിയായിട്ട് സ്വിം ചെയ്തു കേട്ടോ. അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഒരു 1.5-2 മണിക്കൂർ ആയപ്പോഴത്തേക്കിനും നമ്മൾ കുളത്തിൽ നിന്ന് കയറിയിട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഞാനും സ്വിമ്മിങ് പഠിച്ചു എന്നുള്ള ഭയങ്കരമായൊരു പ്രൗഡ് ഫീലിങ്ങിലാണ് കേട്ടോ അമ്ര. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ നമുക്ക് ഒരു സൺഡേ ഫ്രീ കിട്ടുമ്പോൾ നമ്മൾ കാലിക്കറ്റിൽ നിന്നും രണ്ടത്താണിയിലേക്ക് വരുന്നത്. അപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഫാമിലി, ഫ്രണ്ട്സ് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് കാണാം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.